എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിക്കി എന്നാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി ഭ്രാന്തനാണ്. നമ്മുടെ കേരളത്തിലെ പോലീസുകാർ അടിപൊളി ഒരു നിയമം ഇറക്കി. നമ്മളെ വണ്ടികളൊന്നും മോഡിഫിക്കേഷൻ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമം. നമ്മുടെ കാർസൊന്നും മോഡിഫിക്കേഷൻ ചെയ്യാൻ പാടില്ല. കാരണം എനിക്ക് തോന്നുന്നു അവർക്കൊരു ബിഗ് സല്യൂട്ട്, കേരള പോലീസിനൊരു ബിഗ് സല്യൂട്ട്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മളെ കേരളത്തിലെ വണ്ടികൾ മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടായിരിക്കും പത്രത്തിലൂടെ. കാരണം കേരളത്തിലെ 2 വർഷമായിട്ട് റോഡിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾ നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടിയിലൂടെയാണ്. പിന്നെ ഗുണ്ടകൾ സ്ത്രീകളെ തട്ടിക്കൊണ്ട് പോകുന്നത് മോഡിഫിക്കേഷൻ ചെയ്ത കാരണത്താണ്. പിന്നെ ഈ മൂലമറ്റത്തുനിന്ന് നമ്മൾ വലിച്ചെടുക്കുന്ന കറണ്ട് മോഡിഫിക്കേഷൻ കാർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കറണ്ടും കിട്ടാതെ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ നമ്മൾ നേരിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാർ രണ്ട് ചോദ്യം അത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ ഈ കേരളത്തിൽ തന്നെ വലിയൊരു പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടായിരുന്നു. ജലം പൊങ്ങുക, വെള്ളം ഇങ്ങനെ പൊങ്ങി വീടുകളിലൊന്നും ആൾക്കാർക്ക് താമസിക്കാൻ വയ്യാതെ, അതുപോലെ തന്നെ പുറത്തിറങ്ങിയ ഭയങ്കര വിഷയം, കടകളില്ല, മൊത്തം പൂട്ടി. ഒരു 2-3 ആഴ്ച ഇങ്ങനെ നിൽക്കുമായിരുന്നു പറന്ന്. ഫയർഫോഴ്സ് വന്ന്, പട്ടാളം വന്ന്, അങ്ങനെ എന്തൊക്കെയൊക്കെ വന്നു, പോലീസുകാർ എല്ലാം വന്നു. അപ്പം അതിനകത്ത് എനിക്ക് തോന്നുന്നു ആകെ 3 ടീമുകളെയും കൊണ്ട് ഗുണമുണ്ടായിട്ടുള്ളൂ. ഒന്ന് പട്ടാളക്കാർ, അവർ മറ്റേ ഈ റോഡ് മാർഗ്ഗമല്ല, മറ്റേ പറന്നാ വന്ന ഹെലികോപ്റ്ററിൽ, അതുകൊണ്ട് അവരിങ്ങനെ ആൾക്കാരെയൊക്കെ രക്ഷിച്ചു. അതിനകത്തൊരാൾക്ക് ഇടയ്ക്കല്ലേ മെഡൽ കിട്ടി, മറ്റേ ഈ പ്രഗ്നൻ്റ് ആയ ചേച്ചിയെ കൊണ്ടുപോയി. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ ഈ മത്സ്യത്തൊഴിലാളികൾ, അവരെ കൊണ്ടും വലിയ രീതിയിലൊരു ഉപകാരം ഉണ്ടായി. പിന്നെ അവർക്ക് ഉപകാരം ഉണ്ടായത് കുറച്ച് ജീപ്പും ജിപ്സിയും അങ്ങനെയുള്ള വണ്ടികളാണ്. അതായത് ഈ ഭ്രാന്തന്മാരില്ലേ, വണ്ടി ഭ്രാന്തന്മാർ, അവരുടെ വണ്ടികളാണേ. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് പിന്നീട് ഗുണമുണ്ടായിട്ടുള്ളത്. അതിനകത്ത് ഈ വലിഞ്ഞും തൂങ്ങിയും പോലീസുകാരും ഫയർഫോഴ്സും തന്നെയാണ് പോയിട്ടുള്ളത്. കാരണം അവരുടെയൊക്കെ വണ്ടികൾ ഇതുവരെ പോകത്തില്ല. കാരണം ഒരു നിശ്ചിത അളവിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ അത് പടവാകും. ഈ ഫയർഫോഴ്സിൻ്റെ വണ്ടിയും പോലീസിൻ്റെ നല്ല കിണ്ണം കാച്ചി ജീപ്പാണല്ലോ ഇപ്പോൾ ഇറക്കുന്ന മൊത്തം. അതൊക്കെ പടവും. അതൊക്കെ സൈഡിലോട്ട് മാറ്റിയിടുന്ന ഈ ജനങ്ങൾ തന്നെ. അപ്പം മറ്റൊന്നുമല്ല, ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. ഈ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ്, സമ്മതിക്കുന്നു സാർ. ഒരു മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടിയിൽ ഏറ്റവും പെതുക്കെ ഏതൊരാൾക്കും പോകാൻ പറ്റത്തുള്ളൂ. സാധാരണഗതിയിൽ പോകുന്ന ഒരു കാറിനേക്കാൾ 50% പെതുക്കെ ഈ വണ്ടിക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഹമ്പൊക്കെ കയറിക്കഴിഞ്ഞാൽ ഒന്നും തട്ടാതെയും ഒരയാതെയും ചരിച്ചും മറിച്ചും ഒക്കെ ഈ വണ്ടികൾ എടുക്കുന്നത്. ഞാൻ ഇതേപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, സെയിം ഡയലോഗ് ഇടണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം പക്ഷെ സംഭവം സത്യമാണ്, അതാണ് പ്രശ്നം. അപ്പം ഇത് മാത്രമേ പറയാനുള്ളൂ. വലിയ ഉപകാരമുണ്ട്. താങ്ക് യു. ഇതുപോലുള്ള കുൽസിത പ്രവർത്തനങ്ങൾ ഇനി ഏർപ്പെടുമ്പോൾ അതിമനോഹരമായ വിജ്ഞാനസമ്പന്നമായ നിയമങ്ങൾ ഇനിയും പോലീസ് ഇറക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നന്ദി, നമസ്കാരം.